ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങൾ അതിമനോഹരമാണെന്നും കവിത പോലെ ഭംഗിയുള്ളതാണെന്നും മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ മേട്ടുതറ നാരായണന്റെ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങൾ അതിമനോഹരമാണെന്നും കവിത പോലെ ഭംഗിയുള്ളതാണെന്നും മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ മേട്ടുതറ നാരായണന്റെ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ എമ്പാടും നടന്ന കായംകുളം മുതൽ അരൂർ വരെ നടന്ന പാലം, റോഡ്, കെട്ടിട നിർമ്മാണങ്ങൾ കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ ഗവൺമെന്റ് 5 വർഷം ലോക ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ? ഈ 5 വർഷം കൊണ്ട് 5 വർഷം കൊണ്ടല്ലേ രണ്ട് ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ 2 വർഷം കൊണ്ട്, അതുവരെ ആരും പണിഞ്ഞില്ലല്ലോ. അപ്പം ഇതൊക്കെ പറ്റും. അതിന് എഞ്ചിനീയർമാരെ വിന്യസിക്കണം, സൂപ്പർവൈസേഴ്സിനെ വിന്യസിക്കണം, പണം അനുവദിക്കണം, നന്നായിട്ട് പണിയുന്നതെന്ന് നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അധികാരമെന്ന് പറഞ്ഞാൽ സൂഹിക്കാനുള്ളതല്ല, അധ്വാനിക്കാനുള്ളതാണ്. ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേർപ്പൊഴുക്കാനുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു, ഇനി അങ്ങനെ ആയിരിക്കണം. മാധ്യമങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് എഴുതിക്കൂടെ? ആലപ്പുഴയുടെ ഈ വികസനം, എത്ര പാലം ആലപ്പുഴ ടൗണിലുള്ളത്, എത്ര പാലങ്ങൾ പണിഞ്ഞു. കുട്ടനാട് താലൂക്കിൽ മാത്രം 16 പാലമാണ് പണിഞ്ഞിരിക്കുന്നത്. പണി പൂർത്തിയായിട്ടില്ല. ചെങ്ങന്നൂർ താലൂക്കിൽ 18 പാലങ്ങളുണ്ട്, ഭൂരിപക്ഷം പൂർത്തിയായി. അമ്പലപ്പുഴ താലൂക്കിൽ 12 എണ്ണമുണ്ട്, ചേർത്തല താലൂക്കിൽ 6 എണ്ണമുണ്ട്, കാർത്തികപ്പള്ളി താലൂക്കിലുണ്ട് ഏകദേശം 10 എണ്ണം. ഇവിടെ തന്നെ പാർക്ക് മൈതാനം പാലം കണ്ടില്ലേ നമ്മൾ പണിഞ്ഞാൽ. നമ്മുടെ 5 വർഷം PWD ചെലവഴിച്ച 1,05,608 കോടി രൂപയാണ്. 1,05,608 കോടി രൂപ അന്ന് കിട്ടിയല്ലോ. പല വഴിയിലായി പൈസ കിട്ടുന്നത്. ബഡ്ജറ്റിൽ കിട്ടും, പിന്നെ കിബി വഴി ഒരുപാട് പൈസ, 10-25,000 കോടി അതുവഴി വന്നു. ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അതിനുള്ള തരത്തിൽ ചിന്താഗതി വരണം, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കണം. അങ്ങനെയാണല്ലോ 100 പാലം ഈ ഗവൺമെൻറ് കാലത്ത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ പരിധിയോളം ഉപയോഗിച്ചില്ല. പിന്നീട് 50 എണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യും. ഇപ്പം ഞാൻ പോയത് എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്യും. പിന്നെ 100 പാലം അടുത്ത ഗവൺമെൻറ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിർമ്മാണം നടക്കുന്നു എന്നറിയാൻ ഞാൻ പോയത് കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാ? ഇടതുപക്ഷത്തിനാണ്. ജനങ്ങൾക്കതറിയാൻ പറ്റി, അല്ല ജനം അറിയത്തില്ല. അപ്പോൾ പിന്നെ അതിന് പാർട്ടിയുടെ അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാലിനെ നമ്മൾ എവിടെയാണ് കാഴ്ചബംഗ്ലായി പ്രദർശിപ്പിക്കണ്ടേ? അയാളെ അടുത്ത തലച്ചോറിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആവുന്നതിനേക്കാൾ സൗഭാഗ്യമായി ലോകത്തൊന്നും ലഭിക്കാനില്ല. അത്ര മഹത്തായൊരു പ്രസ്ഥാനമാണത്. എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവരും അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ അത്ര മഹത്തായൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് തത്വങ്ങളുണ്ട്, പരിപാടികളുണ്ട്, ഭരണഘടനയുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരുമുണ്ട്. വായിച്ച് മനസ്സിലാക്കിയവർ അതിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കാതെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അവർ വിചാരിക്കും ഇത് പാർട്ടിക്കെതിരാണ്. അപ്പോൾ അതാണ് അത് പത്രക്കാരങ്ങ് ഏറ്റു പറയുക. ഞങ്ങളെ പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു പാലം താൻ കാണാൻ പോയപ്പോൾ പാർട്ടിയുടെ അനുവാദം വാങ്ങിയോ എന്നാണ് ഒരാൾ ചോദിച്ചത്. പാലം കാണാൻ പോകുന്നതിനെതിരാണ് പാർട്ടിയുടെ അനുവാദം. രാഷ്ട്രീയ അടവാണെന്ന് ചില മാധ്യമങ്ങൾ എഴുതി. മുന്നണിയല്ലേ പാലം നിർമ്മിച്ചത് എന്ന് ചിലർ പറയുന്നു. അങ്ങനെ മുന്നണിയായി കൂടിയിരുന്നാൽ പാലമുണ്ടാകില്ല. മന്ത്രിസഭ പണം അനുവദിച്ചാൽ മാത്രം പാലമുണ്ടാകുമോ? പാലം ആരുടെ കാലത്താണോ നിർമ്മിക്കുന്നത് അത് അവരുടെ കൂടിയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തത്വങ്ങളും പരിപാടികളുമുണ്ട്. പ്രസ്ഥാനത്തെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയവർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വായിക്കാതെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അത് പാർട്ടിക്കെതിരാണെന്ന് പറയും. ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയുമാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിൽ ഉള്ള ചില ചിന്താഗതികളാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. CDNet ന്യൂസ്, കായംകുളം.